ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഈ വ്ലോഗ് എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഡൗട്ട്. ഈ വ്ലോഗ് എന്തിനാണ്? ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കൂടെ. അയ്യോ കിച്ചുനെ എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഞാൻ കോപ്പിറൈറ്റ് ആയി പോകും. പോയി തുണി എടുത്തിട്ടാ. 18+ കണ്ടന്റ് ആണ്. യെസ്, അത് എന്തിനുള്ളതാണെന്നുള്ളത് അശ്ശീ ഇതൊന്നും നാട്ടുകാരോട് പറയാൻ പറ്റില്ല. ദിസ് ഇസ് മൈ പേഴ്സണൽ ഫാമിലി വ്ലോഗ്. കുലസ്ത്രീയോ? ഓക്കെ, സോ നമുക്ക് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മൾ അടിപൊളി ഡാൻസ് സെറ്റ് ചെയ്യും. എന്തിനുള്ളതാന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നമ്മുടെ ഒരു ചെറിയ പരിപാടിക്കുള്ളതാണ്. പറ. അപ്പോട്ടെ ഏതൊക്കെയോ പാട്ടൊക്കെ പറയുന്നുണ്ട് ഗൈസ്. എന്താ സംഭവം പോലും അറിയില്ല. അത് അപ്പോട്ടെ അവിടെ നിന്ന് പാടിയാ മതി. അതിന് നമ്മൾ ലൈവായിട്ട് നൃത്ത ചുവടുകൾ വെക്കുന്നതായിരിക്കും. എങ്ങനെ കുറച്ച് റിഫ്രഷ് മതി. Rishi, say hi to the vlog. Sachinu vayya guys, പനിയാണ്. Hello guys, welcome to Sanju's vlog. See, സഞ്ജുവിന് ഇഷ്ടപ്പെട്ടോ? ബേസിക്കലി നിറഞ്ഞു നിൽക്കട്ടെ. ബേസിക്കലി ഇത് എന്ത് വ്ളോഗാന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് സഞ്ജുവിന്റെ മെയിൻ ഓർണമെന്റ്സ് ഒക്കെ എടുക്കാനായിട്ട് ഓരോ ഗോൾഡ് ഡയമണ്ട്സിലേക്ക് വന്നേക്കാണ് തൃശ്ശൂർ. സഞ്ജുവിന് ഇപ്പോഴേ ടെൻഷൻ തുടങ്ങി. എനിക്ക് ടെൻഷനായി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് ആ മാലയ്ക്ക് ഇട്ടിട്ട് എനിക്ക് ശ്വാസം കിട്ടണം. അതൊന്നും ടെൻഷനാണ് സഞ്ജു. നല്ല സെറ്റായിട്ട് ഇറങ്ങണ്ടായിരുന്നു. ആരെക്കുട്ടി പോലെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നുമില്ല, നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ഇപ്പൊ റിവീൽ ചെയ്യാനില്ല. ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്ളോഗ് എങ്ങനെ വരും, പുറത്ത് വരുമോന്ന് പോലും അറിയില്ല. എടുത്ത് വെക്കുന്നുള്ളൂ. അപ്പൊ ഇത് എന്താ പറയാ, വെരി എന്തോ പോലത്തെ ഒരു വ്ളോഗ് ആയിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് എവിടെ സ്റ്റാർട്ട് ചെയ്യണോ എവിടെ എൻഡ് ചെയ്യണോ എന്നുള്ളത് അങ്ങനെ ഒരു ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അത് കാണുക അത്ര തന്നെ. കാരണം ഒന്നും പറ്റണ പോലെ വീഡിയോസ് എടുത്തിട്ട് നമുക്ക് അവിടെ ഇവിടെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിടാം. അപ്പൊ ഇതെല്ലാം കൂടി ഒന്നില്ലെങ്കിൽ ഒറ്റ ഇതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ളതായിരിക്കും. എന്തായാലും ഇത് കോൺസ്റ്റന്റ് ആണ്. നാട്ടുകാർ എത്ര കാണിച്ചാൽ മതി. കണ്ണിടല്ലേ കഴിച്ചു. ഫസ്റ്റ് അമ്മയ്ക്ക് കഴിഞ്ഞു. അച്ഛന് മോഷണല്ല, വീഡിയോ ആണ്. അച്ഛൻ ഇങ്ങനെ നിക്ക ഫോട്ടോ പിടിച്ച 8 മാമന്റെ മോളുടെ എൻഗേജ്മെന്റ് ആണ് ഇന്ന്. പിന്നെ ഇതൊക്കെ പോട്ടാ, ഇതൊക്കെ പറഞ്ഞപ്പോ ഇനി എല്ലാരും അറിയൂ. അല്ലേ? അതെ. മോനെ എന്തിനു പറയണ്ട. എന്റെ മുത്തച്ഛ എന്റെ സഞ്ജനയുടെ കല്യാണ നിശ്ചയം ഒന്നെഞ്ചുള്ളൂ. ഒരു അടിപൊളി തലകെട്ട കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കണോ അവിടെ? കാണാതായില്ല. എന്ത്? അതെ, കാണാതായിരുന്നല്ലേ. അതൊക്കെ നമുക്ക് കാണാം. ഫ്രണ്ട് സീറ്റിലിരുത്തി വരാൻ പേടിക്കണം. പുറത്തുള്ളവർക്ക് അറിയാം രാത്രി കാണില്ലാന്ന്. കാണുന്ന പോലെ ഇരുന്നോളി. കുട്ടപ്പനായിട്ടിരിക്കാം നമുക്ക്. ഷർട്ടൊക്കെ മുണ്ടൊക്കെ ചുറ്റി അതിന് മുത്തച്ഛന് മനസ്സിലായി ആദ്യ നിശ്ചയം നടക്കണേന്ന്. കല്യാണ നിശ്ചയം ആര് ചെയ്യാന്നറിയോ? ആരുടെ കല്യാണ നിശ്ചയം? സഞ്ജനയുടെ. എന്നോട് പറഞ്ഞിട്ടില്ല. കത്തുണ്ടില്ലേ? ഇതിങ്ങടെ അടുത്ത് എന്റെ കക്ഷത്തിരിക്കണതാണ്. അതൊന്നും വേണ്ട, കത്തൊന്നും വേണ്ട. അത് ആരെങ്കിലും പിടിക്കുന്നത് സാധനം ഇങ്ങതായോ. എല്ലാരും വരുന്നുണ്ടോ?
കരി കരി അമ്മായി കരി ഇത്ര ഉണ്ടായിരുന്ന കുട്ടിയാ. അവൻ കളിയൊക്കെ നിങ്ങളെ ഞാൻ പോണം കോൺസുലേറ്റ് തുടങ്ങി ഞാൻ അവിടെ പോകണം. അപ്പൊ ബീച്ച് കയറി അങ്ങനെ എന്തിന് ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇത് കണ്ടു കുട്ടിയെ ഇപ്പൊ ഇത്രേ ഞാനവിടെ കല്യാണം കഴിഞ്ഞ പോയിട്ട് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല. ആ ഇതൊക്കെ കരയുന്നുണ്ട്. ആ സഞ്ജരിയാ കരയണ അയ്യേ കരയണട്ടാ കരയണേ. മോളുടെ കല്യാണം നിശ്ചയം തലേ ദിവസം തന്നെ അഞ്ജലിക്ക് എന്താ അയ്യല്ല വയ്യ ഈ അയ്യുള്ളവരൊക്കെ വയ്യിടുന്നു വയ്യുള്ളവരൊക്കെ അയ്യിടുന്നു. ഞാൻ ബസ് കാശ് കൂടി പരിപാടിക്ക് വരാൻ പെട്രോളിന്റെ കാശ് ഓഫീസാ ഇല്ല ഓഫീസ് എനിക്കുണ്ട്. കാണിച്ചോ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ള അച്ഛന്റെ കല്യാണത്തിനെ കുറിച്ച്? അമ്മ എന്തിനിപ്പ ഇതിന്റെ ആവശ്യം? സച്ചുവിന് ഔട്ട്ഫിറ്റ് ചെക്ക് പ്രിറ്റിയസ്റ്റ് ഗേൾ എവർ. അടിപൊളി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അച്ഛന് ഒരു കുർത്ത എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അച്ഛന് എന്തിനാണ് കുർത്ത? അച്ഛന്റെ കല്യാണമാണ് ഗൈസ്. ഇല്ല കാണിച്ചിട്ടില്ല. സംഭവം എന്താ ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കളർ കോഡ് പേർപ്പിലാണ്, ഒരു ബനാറസി ഒരു പർപ്പിളാണ്. നിങ്ങളത് അന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും യെല്ലോ ആണ് എടുക്കുന്നത് എൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ ട്രയൽ റൂം കിട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഗൈസ്. എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട്. ആ ഇവിടെ ചെറ്റ് നോക്കി കച്ച ഗൈസ്. അച്ഛാ പേടിച്ചു പോയി ഗൈസ്. പഞ്ചാബി ഹൗസിന്ന് ദിലീപ് ഇറങ്ങി വന്ന പോലെ ഉണ്ട്. എന്താ അമ്മയ്ക്ക് ഒരു വികാരം ഇല്ലാണ്ടിരിക്കണം അമ്മ? ആരാന്നാ? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഈ ടൈറ്റ്നെസ് തോന്നുന്നുണ്ട്. ആ അച്ഛൻ ഞാൻ പഠിപ്പിച്ചെന്നാ ഡാൻസ് സ്റ്റെപ്പ് ഒന്ന് കളിക്കൂ. എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ, നല്ല സ്മാർട്ടായിട്ടുണ്ട് അല്ലേ അമ്മ? അപ്രൂവ്ഡ്. ഒരു മുണ്ട് വെച്ചത് സാരി ഉണ്ടോ? ആ പിന്നല്ലാണ്ട് മെൻസ് ഓൾസോ നീഡ്. ആയി നല്ല രസമുണ്ട്. ആ അതെ 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 മുണ്ടെടുക്കണം. എന്താ സുധീർ ചേട്ടൻ എന്താ പറയാറില്ല? നമ്മുടെ തറവാട്ടില് സാധനമാണ് മുണ്ടെടുക്കാൻ ഇഷ്ടം. അത് ചുമ്മാ സൂപ്പറിന് അച്ഛൻ മുണ്ടിട്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? അതുകൊണ്ട് കണ്ണാടി പോയി നമ്മള് സിമ്പിളായിട്ട് നടത്തണം കാര്യങ്ങളൊക്കെ. അച്ഛന് ഞാനൊക്കെ ഓവറാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞാനത് സമ്മതിക്കുന്നുണ്ട്, അച്ഛനത് സമ്മതിക്കുന്നില്ല. അതാണ് സംഭവം, വ്യത്യാസം. എന്നിട്ട് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുക. ഇപ്പൊ ഈ അമ്മയാണ് ആദ്യം നിന്ന് പറഞ്ഞത്. ഞാനിവിടേക്ക് വരുമ്പോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഒന്നും മിണ്ടാതിരിക്കുമെന്ന്. കാലെ കാട്ടിയിരിക്കുന്നു മിനുസ്. മിനുസ പുതിയ റിംഗ് ഒന്ന് കാണിച്ച്. ആ ബ്ലൂ ആണ് ഗൈസ്. താനോസിന്റെ രക്തക്കല്ലുകൾ പോലെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഗുഡ് വില്ലാണ് ഗൈസ്. സച്ചു സ്റ്റിച്ച് ചെയ്യാനോ? അതിലുള്ളത് ബാംഗിൾ സെക്ഷനിലാണ്.
ഇല്ല. വിഷയം എന്താണെങ്കിലും ഒരുങ്ങളൊക്കെ ആവുമല്ലോ. എനിക്ക് ആക്ച്വലി ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഹൽദിക്ക് ഇത് റീയൂസ് ചെയ്യാം അല്ലമ്മ. ഇതാണ് ഞാൻ വാങ്ങിച്ച കമ്മൽ, അല്ല സോറി ബാംഗിൾ സെറ്റ്. നോടെ ഒരു സൈഡ് തിരി, അപ്പുറത്തെ സൈഡ് തിരി. അല്ല മറ്റേത്. ആ ഇതിപ്പോ സച്ച് നിൽക്കുന്നത്. ഇതിന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ കാരണം അവൾക്ക് കുറെ മുടി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ സെറ്റ് ചെയ്ത് പോകും. അതെ അച്ഛൻ രണ്ടും ഒന്നല്ലേന്ന്. ഇത് തിരുവമ്പാടി പറഞ്ഞ കാര്യം ശരി, ഇങ്ങനെ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ആകെ ഏതാണിത്? ഇതാണ് പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതോ എനിക്ക് മറ്റേത് ഇഷ്ടമായി. ഇഷ്ടമായിരുന്നു. നന്നായി, രണ്ടും നന്നായി. അന്ന് മറ്റേത് കേട്ടോ. താങ്ക് യു. കാർഡ് നോക്കാൻ പോയതാണ് ഗൈസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഓക്കെ സോറി ഗൈസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. കാർഡൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു ഗൈസ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡിനൊക്കെ നല്ല പൈസയാണ് ഗൈസ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, എല്ലാവരോടും ഞാൻ പറയാം. അയ്യോ വണ്ടി ക്രോസ് ചെയ്യാണ് ഗൈസ്. ടെൻഷനാണ് ഗൈസ്, ടെൻഷൻ കുഴി കയറി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് തടിക്കാൻ പോണ സെക്ഷൻ നമ്മൾ പോകുന്നത് ഇനി ഷവർമയല്ല, തീറ്റ എന്നുള്ള വിചാരമാണ് സച്ചിനുള്ളത്. പാത്തിന് വിശന്നിട്ടാണ് ഗൈസ്. ഈ ഒരു മറ്റേ കല്ലും മുള്ളും കടന്നിട്ടൊക്കെയാണ് പോണത്. ഓക്കെ, അടുത്ത് നമ്മൾ പോണത് നമ്മുടെ ഹാളിലേക്കാണ് ഗൈസ്. എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് എൻഗേജ്മെന്റ് നടക്കുന്ന ഹാളിലേക്കാണ്. നമ്മൾ അവിടുത്തെ കുറച്ച് ഡെക്കറേഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ നല്ല നല്ല കാർഡുകൾ കണ്ടു അല്ല വെച്ചാൽ വെരി ബ്യൂട്ടിഫുൾ കാർഡ്സ്, ബട്ട് ടു മനി മണി. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. നമ്മുടെ വെന്യൂ, പക്ഷെ ഇവിടെ വേറെ ആൾക്കാരായിരിക്കും ആ സമയത്ത് ഞാനും സച്ചും. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. നമ്മൾ ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് സെറ്റിംഗ് വരിക എന്നുള്ളത്. ഇപ്പോൾ എവിടെയാണ് ഗൈസ് ഉള്ളത്? നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഹാൻഡി ഡാൻഡി കമേഴ്ഷ്യൽ സ്ട്രീറ്റ്. യെസ്, കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലെഹങ്ക നമ്മൾ ഇവിടുന്നാണ് എടുത്തത്. എൻഗേജ്മെൻറ്റുള്ള ലെഹങ്ക നമുക്ക് ഇവിടുന്നാണ് എടുത്തത്. ഓ ഗ്യാബി എന്തോ കണ്ടിട്ടുണ്ട് ഗൈസ്. ഗ്യാബി എന്തോ കണ്ടിട്ടുണ്ട്. ഗ്യാബി കണ്ടതില്ല. പൂബു ക്കണം. ഗ്യാബിക്ക് ഇപ്പം ഇതാണ് വേണ്ടത്. താങ്ക് യു. വി ആർ നോട്ട് ബൈഡ് ഇറ്റ് യെറ്റ്. You want to look at other shops and then come back? കൺഫ്യൂഷൻ ആണ് ഗൈസ്, കൺഫ്യൂഷൻ. ലെഹങ്ക നമ്മൾ എടുത്തത് കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്നാണ് ഗൈസ്, ഒരു സ്ഥലത്തു നിന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ലെഹങ്ക എടുക്കാനല്ല, അത് ഓൾറെഡി എടുത്തു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. സോ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വന്നിരിക്കുന്നത് മിഷേൽ ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ. യെസ്, മിഷേൽ ചേച്ചിക്ക് എൻഗേജ്മെന്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. മിഷേൽ ചേച്ചിയുടെ എല്ലാ എൻഗേജ്മെന്റ് തന്നെയാണ്. മിഷേൽ ചേച്ചിക്ക് ഗസ്റ്റ് ഉള്ള ഡ്രസ്സ്. യാവി, why did we come today? I don't know. What you don't know, Punya? What you don't know? We came to buy dress for Nobody. Mama. No. For Mama. No. And here we are buying the dress. Chichi, say hi. കുറച്ച് ഗ്യാവിയുടെ ഷോ ആവാം ഗൈസ്. ഗ്യാവി ഈസ് ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ ലൈക്ക് എ മങ്കി. ഞാൻ ഈ ഷോയും കാണണം ഗൈസ്. ടെൽ.
Yay! Wonderful. You'll fall, okay? You'll not fall. ഈ കടയിൽ പ്രൈസ് കൂടുതലായതുകൊണ്ട് നമ്മൾ വേറെ കടയിൽ വന്നിരിക്കുകയാണ്. And Gabby is and Gabby is upset, guys. Very upset. Why, Punne? I wanna buy something to eat. We are going to Mama. That we are going to one shop, not two. It's okay. Sanchichi taking. Okay, Sanchichi taking. Okay. Okay. Smile, please. Smile, please. Please. If you smile, we'll go. If you smile. Taking too long, guys. Taking too long. കുട്ടി ദേഷ്യത്തിലാണ്. നമ്മളൊരു ലെഹങ്ക സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രൈസ് ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ടു പപ്പ. ആൻഡ് കുട്ടി ഈസ് അപ്സെറ്റ് ഹിയർ. ഇല്ലില്ല, വി ആർ ഗോയിങ്. നോ മതി.